Hi all, welcome to Codigo, the Coding Hub. Object Oriented Programming in പറ്റി പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അബ്സ്ട്രാക്ട് ക്ലാസ്സസ് ആൻഡ് അബ്സ്ട്രാക്ട് മെത്തേഡ്സ്. നമ്മൾ അതിനെപ്പറ്റി ഇതുവരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ്സ് ലൈക്ക് അബ്സ്ട്രാക്ട്, ഓക്കെ, അബ്സ്ട്രാക്ട് ക്ലാസ്സസ്, ഓക്കെ, ആൻഡ് അബ്സ്ട്രാക്ട് മെത്തേഡ്, ഓക്കെ. So what you mean by abstract classes? So abstract classes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ abstract methods ഉള്ള ക്ലാസ്സസിനെയാണ് abstract classes എന്ന് പറയുക. അതായത് abstract ആയിട്ടുള്ള methods ഉള്ള ക്ലാസ്സസിനെയാണ് abstract classes എന്ന് പറയുക. അത് സിമ്പിൾ ആണ്. ഓക്കെ, ഒരു abstract ക്ലാസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ abstract method ഉള്ള ക്ലാസ്സുകളെയാണ്, അല്ലെങ്കിൽ abstract method മെമ്പർ ഫംഗ്ഷൻ ആയിട്ടുള്ള മെത്തേഡ്സിനെയാണ് abstract classes എന്ന് വിളിക്കുക. അപ്പോൾ എന്താ abstract methods അല്ലെ? എന്താ അബ്സ്ട്രാക്ട് മെത്തേഡ്സ്? അബ്സ്ട്രാക്ട് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഡെഫിനിഷൻ ഇല്ലാത്ത വെറും ഡിക്ലറേഷൻ മാത്രമുള്ള ഫംഗ്ഷനുകളെയാണ് അബ്സ്ട്രാക്ട് മെത്തേഡ്സ് എന്ന് വിളിക്കുക. ദാറ്റ്സ് ഡിക്ലറേഷൻ മാത്രം, ഒരു ഫംഗ്ഷൻ ഡിക്ലറേഷൻ മാത്രം കിട്ടിയിട്ട് എന്താ ഡിക്ലറേഷൻ? വെറുതെ അതിന്റെ പേര്, അങ്ങനെ ഒരു ഫംഗ്ഷൻ അവിടെ ഉണ്ടെന്ന് ഡിക്ലെയർ ചെയ്ത് മാത്രം വെക്കുക. അതിന്റെ ബോഡി ഒന്നുമില്ല, അതിന്റെ കണ്ടന്റ്സ് ഒന്നും എഴുതാതിരിക്കുക. അതായത് ഇപ്പോൾ ഒരു ക്ലാസ്, ഫോർ എക്സാമ്പിൾ ഡിഫൈൻ ABCD, ഓക്കെ, സം ക്ലാസ് നെയിം, ഓക്കെ, ഇതൊരു ക്ലാസ് ആണ്. ഇതിന്റെ കണ്ടന്റ് എന്താണെന്ന് എനിക്ക് അറിയില്ല, ഞാനിപ്പോൾ എഴുതുന്നില്ല, ഐ എം ജസ്റ്റ് കീപ് ഇറ്റ് ആസ് ബ്ലാങ്ക്. ഒരു പൈത്തന്റെ അതൊരു ഫംഗ്ഷനെ ഒരു ബ്ലാങ്ക് ആയിട്ട് വിടണമെങ്കിൽ ജസ്റ്റ് പാസ് കൊടുത്താൽ മതി, ജസ്റ്റ് പാസ്, ഓക്കെ. ദാറ്റ് മീൻസ് ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ് ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്, ആ മെത്തേഡിനുള്ളിൽ കണ്ടന്റ്സ് ഒന്നും ഇല്ല, ഇപ്പൊ എഴുതാനില്ല, പിന്നെ എഴുതാം, ഇപ്പൊ കണ്ടന്റ്സ് ഒന്നും ഇല്ല, ഞാനിപ്പോ ജസ്റ്റ് എംപ്റ്റി ആയിട്ട് വിടുക. അപ്പൊ അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടാണ് പാസ് എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്യുന്നത്, ഐ മീൻ കീവേഡ് യൂസ് ചെയ്യുന്നത്, ഓക്കെ. സോ അബ്സ്ട്രാക്ട് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഡിക്ലറേഷൻ മാത്രമുള്ള മെത്തേഡ്സിനെയാണ് അബ്സ്ട്രാക്ട് ക്ലാസ്സസ് എന്ന് വിളിക്കുക. ഓക്കെ, ലെറ്റ്സ് റൈറ്റ് ആൻ എക്സാമ്പിൾ. ഓക്കെ, okay, let's write an example. For example, if you are going with for example, if you are going with a simple example like vehicles, motor vehicles, okay. So before that, programming like വരുന്നതിന് മുന്നേ abstract methods എവിടെയാണ് യൂസ് ചെയ്യപ്പെടുന്നത്, എന്താണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്, നമുക്ക് അത് എക്സാമ്പിൾ പറയുന്നതിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഓക്കെ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ജസ്റ്റ് കണ്ടെയ്ൻ ഓൺലി ഡിക്ലറേഷൻസ്. അതായത് നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഒരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഷോ യു, ഓക്കെ, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്, ഓക്കെ, ക്ലാസ് സാമ്പിൾ, ഓക്കെ. ആ ക്ലാസിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് ക്ലാസിൻ്റെ മെത്തേഡ്സിന്റെ ഡിക്ലറേഷൻ മാത്രമേ എഴുതുള്ളൂ, ഓക്കെ. ജസ്റ്റ് ആ മെത്തേഡിന്റെ ഡിക്ലറേഷൻ മാത്രമേ എഴുതുള്ളൂ. ലൈക്ക് സംതിങ് ഡിഫൈൻ, നേരത്തെ ഇതേപോലെ ABCD മെത്തേഡ്, ഓക്കെ, ഇതിന്റെ ഡിക്ലറേഷൻ മാത്രമേ എഴുതുള്ളൂ. അതായത് ബോഡി ഇല്ല, ജസ്റ്റ് അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഈ ക്ലാസിന്റെ മെമ്പർ ഫംഗ്ഷൻ ആയിട്ട് ഒരു മെമ്പർ ഫംഗ്ഷൻ ഉണ്ട്, അത് മാത്രമേ നമ്മൾ മെൻഷൻ ചെയ്യുന്നുള്ളൂ. നമ്മൾ അതിന്റെ ബോഡി, അതിന്റെ ലോജിക്, ആ ഫംഗ്ഷന്റെ ലോജിക് എന്താണെന്ന് നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള മെത്തേഡുകളെയാണ് അബ്സ്ട്രാക്ട് മെത്തേഡ്സ് എന്ന് വിളിക്കുക. അങ്ങനെയുള്ള മെത്തേഡ്സ് ഉള്ള ക്ലാസ്സുകളെയാണ് അബ്സ്ട്രാക്ട് ക്ലാസ്സസ് എന്ന് വിളിക്കുക. ഏകദേശം റെഡി ആയിട്ടില്ല, നമുക്ക് പ്രോബ്ലം കൂടി പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ എന്താണ്, നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ക്ലാസിന്റെ മെമ്പർ ഫംഗ്ഷൻ ആയിട്ട് ഒരു മെത്തേഡ് ഉണ്ട്, പക്ഷെ ആ മെത്തേഡിന്റെ ബോഡി നമ്മൾ എഴുതുന്നില്ല, ജസ്റ്റ് അതിന്റെ ഡിക്ലറേഷൻ മാത്രം, ആ പേര് മാത്രം, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഹെഡർ മാത്രം എഴുതിയിട്ട് ബോഡി നമ്മൾ പാസ് ഒന്നും എഴുതുന്നില്ല. ഇങ്ങനെയുള്ള മെത്തേഡുകളെയാണ് എന്ത് വിളിക്കുക? അബ്സ്ട്രാക്ട് മെത്തേഡ്സ് എന്ന് വിളിക്കുക. അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ഉള്ള ക്ലാസ്സുകളെയാണ് അബ്സ്ട്രാക്ട് ക്ലാസ്സുകൾ എന്ന് വിളിക്കുക, ഓക്കെ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പൈത്തൺ ഡസന്റ് സപ്പോർട്ട് അബ്സ്ട്രാക്ട് ക്ലാസ്സസും അബ്സ്ട്രാക്ട് മെത്തേഡ്സും ഡയറക്ട്ലി പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ വേറെ കോർ പൈത്തൺ അല്ലാതെ എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പൈത്തൺ മോഡ്യൂൾസ് വെച്ചിട്ട് നമുക്ക് അബ്സ്ട്രാക്ട് മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ജാവ, C++ എന്നീ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്ന ഒരാളാണെങ്കിൽ you will be very clear that abstract methods, abstract classes എന്ന് പറയുന്നത് ഒരു കോമൺ ടോപ്പിക്കാണ്, ഐ മീൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പക്ഷേ പൈത്തൻ്റെ അകത്ത് പൈത്തൺ ഡയറക്റ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. യു ക്യാൻ ഡു ഇറ്റ് ബൈ സം അതർ മോഡ്യൂൾസ്, ABC മോഡ്യൂൾസ് എന്നാണ് പറയുന്നത്, ഓക്കെ. സോ ലെറ്റ്സ് ഗോ ടു ദ കോഡ്, ഓക്കെ. So I have a class
vehicle. Okay, vehicle. ഇപ്പൊ ഞാൻ ഈ ക്ലാസിന്റെ അകത്ത് മെത്തേഡ്സ് മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ, വേരിയബിൾസ് ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ അബ്സ്ട്രാക്ട് മെത്തേഡ്സിനെ പറ്റിയാണ് പറയുന്നത്. സോ ഓൺലി മെത്തേഡ്സ്. ഓക്കെ, സോ ഡിഫൈൻ, ഇറ്റ്സ് ഹാവിംഗ് എ മെത്തേഡ് start engine. Okay, start engine. Okay, so I'm just writing the content only, print starting engine. Okay, hope you got it. Define apply break. Apply break. Okay, then print applying break. Okay, then define some another methods like off engine, I mean turn off the engine. Okay, stop engine, stop engine. Okay, so I'm just writing print stopping the engine. Okay, so all these methods are there. അപ്പോൾ ഇത് ജസ്റ്റ് വെഹിക്കിൾ ക്ലാസ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഇൻഹെറിറ്റൻസ് അല്ലെ. ഒരു ക്ലാസിന്റെ എല്ലാ പ്രോപ്പർട്ടിയും നമ്മൾ ഇൻഹെറിറ്റൻസ്, നമ്മൾ എന്തിനു വേണ്ടി ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യുന്നത്, ഞാൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കോഡിനെ നമുക്ക് റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതായത് കോഡ് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാതെ ഓൾറെഡി എഴുതിയിരിക്കുന്ന കോഡിനെ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഓൾറെഡി എഴുതിയിരിക്കുന്ന ക്ലാസ്സിനെ റീയൂസ് ചെയ്തിട്ട് നമുക്കൊരു പുതിയ ക്ലാസ് വേണം, ആ ക്ലാസ്സിന് ഓൾഡ് ക്ലാസിന്റെ അല്ലെങ്കിൽ വേറൊരു ക്ലാസിന്റെ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്, നമുക്ക് കുറച്ച് എക്സ്ട്രാ കൂടി വേണം. അപ്പോൾ നമ്മൾ ആ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്തിട്ട് അതിന്റെ പ്രോപ്പർട്ടി മൊത്തം എടുത്ത് അഡീഷണൽ ഫീച്ചേഴ്സ് കൂടി ആഡ് ചെയ്യും അല്ലെ. സോ കോഡ് റീയൂസ് തന്നെയാണ് കോഡ് ഇൻഹെറിറ്റൻസ്, ഐ മീൻ ഇൻഹെറിറ്റൻസിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണമെന്നായിരിക്കും, ക്ലാസ് കാർ. ഓക്കെ, സോ കാർ ആക്ച്വലി വെഹിക്കിൾ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് പാസ് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ പാസ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുമില്ല, എംപ്റ്റി, ക്ലാസ്സിനും എഴുതാം പാസ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ സാധനങ്ങൾ മൊത്തം ഇവിടെ കിട്ടി. ഓക്കെ, പാസ് കൊടുക്കണം, നമുക്കൊരു എക്സ്ട്രാ മെത്തേഡ് എഴുതാം. ഡിഫൈൻ കാറിന് മാത്രമുള്ള മറ്റ് വെഹിക്കിളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഓപ്പൺ സൺറൂഫ്. ഓക്കെ, മറ്റ് വെഹിക്കിളിലൊന്നും നമുക്ക് അധികം കാണാൻ പറ്റാത്ത ഫീച്ചറാണ് സൺറൂഫ്. അപ്പോൾ ഓപ്പൺ സൺറൂഫ് കാറിലുണ്ടെന്നിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒരു നിങ്ങൾക്ക് ചോദിക്കാം എല്ലാ കാറിനും സൺറൂഫ് ഉണ്ടോ, അങ്ങനെയല്ല, ജസ്റ്റ് ഒരു ഐഡിയ മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് അസ്യൂം ചെയ്യാം. ഓക്കെ, ഓപ്പണിംഗ് സൺറൂഫ്. ഓക്കെ, സോ അപ്പോൾ കാർ വെഹിക്കിളിന് കാർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്ലാസ്സിന് അതിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി വെഹിക്കിളിലുള്ള എല്ലാ മെത്തേഡും കിട്ടും, കൂടെ സൺറൂഫും കിട്ടി, ഓപ്പൺ സൺറൂഫ് എന്ന് പറഞ്ഞ മെത്തേഡ് കൂടി കിട്ടും, കാരണം ഇൻഹെറിറ്റൻസിന്റെ ഫീച്ചർ. സോ ഇൻഹെറിറ്റൻസിന്റെ ഫീച്ചേഴ്സ് ക്ലിയർ അല്ലാത്തവരാണെങ്കിൽ ഒന്ന് എന്റെ പഴയ വീഡിയോ ഇൻഹെറിറ്റൻസിന്റെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഒന്ന് കാണേണ്ടതാണ്. എന്നാലും മാത്രമേ ക്ലിയർ ഐഡിയ കിട്ടുള്ളൂ, ബിക്കോസ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ആയതുകൊണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഓക്കെ, സോ അപ്പോൾ ഈ 3 മെത്തേഡ്സും കിട്ടും, അതിന്റെ കൂട്ടത്തിൽ ഈ ഓൾറെഡി നമ്മളെ അഡീഷണലി ആഡ് ചെയ്ത മെത്തേഡ് കൂടി കിട്ടും അല്ലെ. ക്ലിയർ ആണ്. I have another class car, class truck. Okay, truck എന്ന് പറയുന്ന ക്ലാസ്സും വെഹിക്കിൾ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടെന്നായിരിക്കും. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ലോഡ് വെയ്റ്റ്സ്. ഓക്കെ, ലോഡ് വെയ്റ്റ്സ്, ട്രക്കിൽ വെയിറ്റ് കയറ്റുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രിന്റ് ലോഡിങ് വെയിറ്റ്. ക്ലിയർ അല്ലേ? 2 ക്ലാസ് ഉണ്ട്. ഈ ക്ലാസ് ഈ ഫംഗ്ഷൻസ് ഒക്കെ എല്ലാത്തിനും കോമൺ അല്ലേ. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുക, ബ്രേക്ക് അപ്ലൈ ചെയ്യുക, സ്റ്റോപ്പ് എഞ്ചിൻ ചെയ്യുക എന്നുള്ളത് എല്ലാ വെഹിക്കിൾസിനും കോമൺ ആണ്. അപ്പൊ കാർ ആയാലും ട്രക്ക് ആയാലും രണ്ടിനും അതുണ്ട്. പക്ഷെ ഓപ്പൺ സൺറൂഫ് ഒരിക്കലും ട്രക്കിന് സൺറൂഫ് ഒന്നും നമ്മൾ കാണാറില്ല. ഓക്കെ, ഇത് ഉണ്ടാവാം, ബട്ട് ഫൈൻ, നമുക്ക് അങ്ങനെ അസ്യൂം ചെയ്യാം, ഇല്ല. ഓക്കെ, ലോഡ് വെയിറ്റ് കാറിൽ നമ്മൾ അതിന് മാത്രം അങ്ങനെ വെയിറ്റ് കയറ്റാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതല്ല. ഓക്കെ, നമ്മൾ ലഗേജസ് കയറ്റാൻ, ഐ മീൻ സ്മോൾ ലഗേജസ് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. സോ ട്രക്കിൽ നമ്മൾ ഹെവി വെയിറ്റ്സ് ലോഡ് ചെയ്യുന്നു, അപ്പോൾ ആ ഫംഗ്ഷൻ നമ്മൾ സെപ്പറേറ്റ്ലി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പം 3 ക്ലാസ്സസ് ഉണ്ട്. വെഹിക്കിൾ ക്ലാസ് അത് പാരന്റ് ക്ലാസ് ആണ്, പിന്നെ ക്ലാസ് കാർ ഉണ്ട്, ആ കാറ് വെഹിക്കിൾ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യാണ്, പിന്നെ ട്രക്ക് ഉണ്ട്, ട്രക്കും വെഹിക്കിൾ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യാണ്. ഓക്കെ, what if I'm having a method in vehicle class as define change gear? Okay, print
ചേഞ്ചിങ് ഗിയേഴ്സ് മാനുവലി. സോ ജസ്റ്റ് ഞാനിപ്പോൾ എഴുതുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് കുറേ ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. മാനുവലി മാത്രമല്ലല്ലോ, ജസ്റ്റ് അസ്യൂം ലൈക്ക് ദാറ്റ്. ഇപ്പം എങ്ങനെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ വെഹിക്കിൾ ക്ലാസിൻ്റെ അത് ചേഞ്ച് ഗിയർ മാനുവലി എന്ന് മാത്രമേ ഉള്ളത്. ആൻഡ് അസ്യൂം വൺ മോർ തിങ്, കാറിന്റെ എല്ലാ ഗിയേഴ്സും ഓട്ടോമാറ്റിക് ആണെന്ന് വിചാരിക്കും. ഇപ്പം അങ്ങനെ വിചാരിക്കുക, അങ്ങനെ ആണെന്നില്ല. മാനുവൽ കാർസും ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. ബട്ട് കാറിന്റെ ട്രക്കിനും ഓട്ടോമാറ്റിക് ഉണ്ട്. സോ ഞാനിപ്പം അങ്ങനെ വിചാരിക്കാം. അതായത് കാർ ഇറങ്ങുന്നത് മൊത്തം ഓട്ടോമാറ്റിക് ഗിയേഴ്സ് ആയിട്ടും ട്രക്ക് ഇറങ്ങുന്നത് മൊത്തം മാനുവൽ ഗിയേഴ്സും ആയിട്ടാണ് വിചാരിക്കും. ഓക്കെ, അപ്പൊ ചേഞ്ച് ഗിയറിൽ എനിക്ക് ഇവിടെ കാറിന്റെ കേസിൽ ചേഞ്ചിങ് ഗിയേഴ്സ് ഓട്ടോമാറ്റിക്കലി എന്ന് കിട്ടണം. ട്രക്കിന്റെ കേസിൽ എനിക്ക് ചേഞ്ചിങ് ഗിയേഴ്സ് മാനുവലി എന്ന് കിട്ടണം. അപ്പൊ എന്താ സൊല്യൂഷൻ? ഇതിപ്പോ ഇങ്ങനെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ കാറിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, സി ഈക്വൽ ടു കാർ. ഓക്കെ, കാറിന്റെ ഒരു ഒബ്ജക്റ്റ്, സോറി സി ക്യാപിറ്റൽ അല്ല, സി. ഓക്കെ, കാറിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. സി ഡോട്ട് ചേഞ്ച് ഗിയർ. ഓക്കെ, അതേപോലെ ഞാൻ ട്രക്കിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ടി ഈക്വൽ ടു ട്രക്ക്. ഓക്കെ, ആൻഡ് ഐ വാണ്ട് ടു ഗെറ്റ് ടി ഡോട്ട് ചേഞ്ച് ഗിയർ. സോ അസംഷൻ ഉണ്ട്, നമ്മുടെ കാറിന്റെ മൊത്തം ഓട്ടോമാറ്റിക് ആണ്, ട്രക്ക് മൊത്തം മാനുവൽ ആണ്. അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചേഞ്ചിങ് ഗിയേഴ്സ് മാനുവലി, ചേഞ്ചിങ് ഗിയേഴ്സ് മാനുവലി, രണ്ടിനും ഒരുപോലെ കിട്ടുന്നത്. സോ നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത് അല്ലെ. നമുക്ക് കാറിന് ചേഞ്ചിങ് ഗിയേഴ്സ് ഓട്ടോമാറ്റിക്കലി എന്നും ട്രക്കിന് ചേഞ്ചിങ് ഗിയേഴ്സ് മാനുവലി എന്നും കിട്ടണം. സോ ഹൗ ഡു യു ഡു ദിസ്? രണ്ടിലും 2 പ്രാവശ്യം മെത്തേഡ് എഴുതിയാൽ പോരെ അല്ലെ. ചേഞ്ച് ഗിയേഴ്സ് ഇതെടുത്ത് ഇവിടെ എഴുതുക, അതുപോലെ അതെടുത്ത് അവിടെ എഴുതുക അല്ലെ. അങ്ങനെ ചെയ്യാം. ദാറ്റ് ഇസ് എ സൊല്യൂഷൻ. പക്ഷേ നമുക്ക് ഈ ചേഞ്ച് ഗിയേഴ്സ് എന്ന് പറയുന്ന ക്ലാസ് നിർബന്ധമാണെങ്കിലോ അല്ലെ, എല്ലാ വെഹിക്കിളിനും ചേഞ്ച് ഗിയർ നിർബന്ധമാണ്. ഇപ്പം നമ്മൾ ഇത് ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട്, അതായത് ഈ ഫംഗ്ഷൻ ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് ഇവിടെയും ഇവിടെ എഴുതുകയാണ് എന്നായിരിക്കും. ഓക്കെ, ഇവിടെ എഴുതി, സോറി, ഇവിടെ എഴുതി. ഓക്കെ, ട്രക്കിലും എഴുതി. ഓക്കെ, സി ചേഞ്ച് ഗിയർ എന്ന് പറയുന്നത് ഇപ്പോ മാൻഡേറ്ററി അല്ല അല്ലെ. നമ്മൾ ഈ കാറിൻ്റെ അകത്തുനിന്ന് ഈ ഫംഗ്ഷൻ അങ്ങ് എടുത്തു കളഞ്ഞാലും അല്ലെ. ഇപ്പൊ ഇവിടെ ഈ ചേഞ്ച് ഗിയർ ഇവിടെ കോൾ ചെയ്യുമ്പോൾ എറർ വരുന്നല്ലാതെ ഇതിങ്ങനെ കോൾ ചെയ്യുന്നില്ലെങ്കിൽ അല്ലെ, ഇത് ഇവിടുന്ന് ഇപ്പം കോൾ, ഈ ഫംഗ്ഷൻ ഇവിടുന്ന് കോൾ ചെയ്യുന്നില്ലെങ്കിൽ there will be no error അല്ലെ, ഒരു എററും വരില്ല. കാരണം എന്താ, നമ്മള് ശ്രദ്ധിച്ചു വെക്കണം, നമ്മൾ ഒരു ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നു, ആ ക്ലാസിന്റെ എല്ലാ പ്രോപ്പർട്ടിയും കിട്ടുന്നു, എല്ലാ മെത്തേഡ്സും കിട്ടുന്നു. പുതിയതായിട്ട് മെത്തേഡ്സ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം അല്ലെ. ചേഞ്ച് ഗിയർ എന്ന് പറയുന്ന മെത്തേഡ് വേണമെങ്കിൽ എനിക്ക് ആഡ് ചെയ്യാം, അല്ലെ ആഡ് ചെയ്യാതിരിക്കാം. ദാറ്റ്സ് മൈ ഓപ്ഷൻ. അപ്പൊ ചേഞ്ച് ഗിയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ ക്ലാസ് കാറിന്റെ അകത്ത് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലാണ്ട് ആഡ് ചെയ്യാതിരിക്കാം. ബട്ട് വാട്ട് ഇഫ് ദാറ്റ് മെത്തേഡ് ഈസ് വെരി മാൻഡേറ്ററി? ആ മെത്തേഡ് ആ ക്ലാസ്സിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. ബട്ട് വി ക്യാൻ ഡു. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ create a abstract class in the parent class. Define change gear. Okay, just ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പാസ് കൊടുക്കുന്നു. ഇങ്ങനെ നോർമലി കൊടുത്തു കഴിഞ്ഞാൽ, അതായത് എംപ്റ്റി ക്ലാസ് ആയിട്ട് കൊടുത്ത്, എംപ്റ്റി ഫംഗ്ഷൻ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, മറ്റ് ലാംഗ്വേജുകളിൽ ഓട്ടോമാറ്റിക്കലി അത് അബ്സ്ട്രാക്ട് ക്ലാസ് ആയിട്ട് അതിൻ്റെ ഒരു അറ്റിട്ടിട്ട് അതിൻ്റെ ഒരു ഇതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. ബട്ട് പൈത്തൺ ഡസൻറ്റ് സപ്പോർട്ട് ഓട്ടോമാറ്റിക്കലി. അപ്പൊ അങ്ങനെ പൈത്തൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യണം. ഫ്രം ABC മൊഡ്യൂളാണ്. ഫ്രം ABC ഇമ്പോർട്ട് 2 കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യണം. ഒന്ന് ABC, പിന്നെ ഒന്ന് അബ്സ്ട്രാക്ട് മെത്തേഡ്സ്. ഓക്കെ, അതിന് നമ്മൾ ഈ ചേഞ്ച് ഗിയർ എന്നുള്ളത് അബ്സ്ട്രാക്ട് മെത്തേഡ് ആണെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കണം. അറ്റ് അബ്സ്ട്രാക്ട് മെത്തേഡ്. ഓക്കെ, അപ്പോൾ പൈത്തണ് മനസ്സിലാവും ഇത് ഇപ്പോൾ ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് ആണ് ചേഞ്ച് ഗിയർ. അപ്പൊ അബ്സ്ട്രാക്ട് മെത്തേഡിന്റെ ഗുണം എന്താണ്? അബ്സ്ട്രാക്ട് മെത്തേഡ് ഒരു പാരന്റ് ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ, ക്ലിയർലി ലിസൺ ചെയ്യണം, അബ്സ്ട്രാക്ട് മെത്തേഡ് ഒരു പാരന്റ് ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ചൈൽഡ് ക്ലാസ് അത് നിർബന്ധമായിട്ടും ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, അബ്സ്ട്രാക്ട് ക്ലാസ് ആയിട്ട് അബ്സ്ട്രാക്ട് മെത്തേഡ് ഒരു പാരന്റ് ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാരന്റ് ക്ലാസ് അബ്സ്ട്രാക്ട് ക്ലാസ് ആണെങ്കിൽ, അങ്ങനെയും പറയാലോ. അതായത് അബ്സ്ട്രാക്ട് മെത്തേഡ് ഒരു ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാരന്റ് ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ
പാരന്റ് ക്ലാസ് അബ്സ്ട്രാക്ട് ക്ലാസ് ആണെങ്കിൽ ചൈൽഡ് ക്ലാസ് എല്ലാ അബ്സ്ട്രാക്ട് മെത്തേഡ്സും ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലാതെ അതിന്റെ ഫുൾ ബോഡി എഴുതിയിട്ടുണ്ടായിരിക്കണം. ഇറ്റ്സ് വെരി മാൻഡറ്ററി. ക്ലിയർ അല്ലേ കൺസെപ്റ്റ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ കാർ ഇങ്ങോട്ടേക്ക് ഈ കാർ എന്ന് പറയുന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വെഹിക്കിളിനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന യു ഷുഡ് ക്രിയേറ്റ് ചേഞ്ച് ഗിയേഴ്സ്. ഇപ്പൊ ഇത് നമ്മൾ ഈ കാറിന്റെ നമുക്ക് ജസ്റ്റ് കാറിന്റെ മാത്രം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് ലെറ്റ്സ് റൺ ഇറ്റ്. ഇതിന് മുന്നേ ഒരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? പാരന്റ് ക്ലാസ്സിനെ ABC ക്ലാസ് വെച്ചിട്ട്, സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് വർക്കിംഗ്. സോ എന്ത് ചെയ്യണം? നമ്മൾ പാരന്റ് ക്ലാസ് ഏതാണോ, അതായത് അബ്സ്ട്രാക്ട് മെത്തേഡ്, സോറി മൈ മിസ്റ്റേക്ക്, അബ്സ്ട്രാക്ട് മെത്തേഡ് എഴുതിയിരിക്കുന്ന ക്ലാസ് ഏതാണോ ആ ക്ലാസ്സിനെ അബ്സ്ട്രാക്ട് ക്ലാസ് ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ ABC എന്ന് പറയുന്ന അബ്സ്ട്രാക്ട് ക്ലാസ്സാണ്. ഈ ABCനെ എന്ത് ചെയ്യണം? വെഹിക്കിൾ ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യണം. ഓക്കെ, സോ വെഹിക്കിൾ ABC കൊടുക്കണം. ഇനി നിങ്ങൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എറർ വരും. സി കാണ്ട് ഇൻസ്റ്റാൻഷിയേറ്റ് അബ്സ്ട്രാക്ട് ക്ലാസ് കാർ വിത്ത് അബ്സ്ട്രാക്ട് മെത്തേഡ് ചേഞ്ച് ഗിയർ. അതായത് ഇത് ഇട്ടിട്ടില്ലെങ്കിലും എറർ വരും. കാറിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല നമുക്ക്. കാരണം സി കാണ്ട് ഇൻസ്റ്റാൻഷിയേറ്റ് അബ്സ്ട്രാക്ട് ക്ലാസ് കാർ വിത്ത് അബ്സ്ട്രാക്ട് മെത്തേഡ് ചേഞ്ച് ഗിയർ. ഇതിന്റെ പ്രശ്നം ഇതാണ്. ഇത് അബ്സ്ട്രാക്ട് മെത്തേഡ് ആണ് ചേഞ്ച് ഗിയർ. ഈ ചേഞ്ച് ഗിയർ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല. സോ അബ്സ്ട്രാക്ട് ക്ലാസ്, അതായത് പാരന്റ് ക്ലാസ് അബ്സ്ട്രാക്ട് ക്ലാസ് ആണെങ്കിൽ ആ അബ്സ്ട്രാക്ട് ക്ലാസ്സിലെ എല്ലാ മെത്തേഡും ഉറപ്പായിട്ടും ചൈൽഡ് ക്ലാസ്സിൽ അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദാറ്റ്സ് വെരി മാൻഡറ്ററി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇതിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഡിഫൈൻ ചേഞ്ച് ഗിയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ നിർബന്ധമായിട്ടും ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രിന്റ്, സോ സംതിങ് പ്രിന്റ് ചേഞ്ച് ഗിയർ ഓട്ടോമാറ്റിക്കലി. Okay. So any C dot gear car call ചെയ്താൽ ഓക്കെയും ആൻഡ് C dot change gear call ചെയ്താൽ ഓക്കെ. C change gear automatically. It's working. And inside class truck also നമ്മൾ ട്രക്കിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ T equal to truck എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ട് ഇത് എറർ കാണിക്കും. കാരണം ട്രക്കിന്റെ ഉള്ളിൽ നമ്മൾ ചേഞ്ച് ഗിയേഴ്സ് എന്ന് പറയുന്ന മെത്തേഡ് ഡിഫൈൻ ചെയ്തിട്ടില്ല. സോ യു ഹാവ് ടു ഡിഫൈൻ. ഓക്കെ, ഡിഫൈൻ change gear, print changing gear manually. Okay, so now this will work. Okay, T dot change gear. Yeah, that's it. So ഇതാണ് അബ്സ്ട്രാക്ട് മെത്തേഡ് ആൻഡ് അബ്സ്ട്രാക്ട് ക്ലാസ് കൺസെപ്റ്റ്. സോ എന്താ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്? അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് മെത്തേഡ് ഉള്ള ക്ലാസ്സിനെയാണ് അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താ അബ്സ്ട്രാക്ട് മെത്തേഡ് എന്ന് പറയുന്നത്? ഒരു ക്ലാസ്സിനുള്ളിൽ ഡിഫൈൻ ചെയ്യുന്ന മെമ്പർ ഫംഗ്ഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന മെത്തേഡ് ജസ്റ്റ് ഡിക്ലെയർ ചെയ്യുക മാത്രം ചെയ്യാം. അതിന്റെ ബോഡി നമ്മൾ അവിടെ ചെയ്യുന്നില്ല. ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യുമ്പോൾ ആ ക്ലാസിന്റെ അകത്തെ മെമ്പർ ഫംഗ്ഷൻ ആയിട്ട് ഒരു മെത്തേഡ്, അതിന്റെ ബോഡി നമ്മൾ അപ്പം ഡിഫൈൻ ചെയ്തില്ല. നമ്മൾ അതിനെ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി വെക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള മെത്തേഡുകളാണ് എന്ത് വിളിക്കുക? അബ്സ്ട്രാക്ട് മെത്തേഡ് എന്ന് വിളിക്കുക. സോ അങ്ങനെയുള്ള അബ്സ്ട്രാക്ട് ക്ലാസിനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന ചൈൽഡ് ക്ലാസ് അബ്സ്ട്രാക്ട് മെത്തേഡുകളെ മൊത്തം എന്ത് ചെയ്യേണ്ടി വരും? ഡിഫൈൻ ചെയ്യേണ്ടി വരും. സോ ദാറ്റ്സ് ദ കൺസെപ്റ്റ്. സോ അത് പൈത്തൺ ഡയറക്റ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. യു ഹാവ് ടു യൂസ് ദ മൊഡ്യൂൾ ABC. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ്. കുറച്ച് ഡിഫിക്കൽട്ട് കൺസെപ്റ്റ് ആണ്, ബട്ട് ഇറ്റ്സ് ക്ലിയർ ഐ തിങ്ക്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.